ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്ര പരിപാടികൾ എന്റെ വീടിന്റെ 1/4 കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രമാണ്. 1/4 കിലോമീറ്റർ തൊട്ടപ്പുറത്ത് ക്ഷേത്രം. പണ്ടൊക്കെ നാടകവും ഇതൊക്കെ അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും ഒക്കെ അല്ലേ. അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും. നമുക്കൊന്നും മനസ്സിലാവൂലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ അല്ലാതെ തോന്നിക്കൊണ്ട് അവലോകത്തിൽ ഫസ്റ്റ് സോഫാസിൽ നമ്മളുണ്ടാവും. അപ്പൊ ഈ ക്ഷേത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളം അല്ല, നാടകമല്ല, മിമിക്സ് അല്ല, അതല്ലെങ്കിൽ കൊടിയിറക്കമല്ല, കൊടിയേറ്റല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ്. അല്ലേ? അന്നദാനം. ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും. അന്ന് കഴിക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവര് കളക്ഷന് വരിക, ഓരോ വീടുകളിൽ കയറി വരും. അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു. അപ്പൊ ഒരു നോട്ടീസ് തന്നു. ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക. നമ്മളിപ്പോ അസദഖത്ത് റദ്ദുൽ ബല എല്ലാ പാട്ടപ്പിരിവ്, ഈ കുടുക്ക എന്താ പറയുക, കുടുക്ക അല്ലെ, പാട്ടപ്പിരിവ്, ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന പോണിയില്ലേ, അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും അസദഖത്ത് റദ്ദുൽ ബല, സദഖ വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിരിക്കും പോലെ അവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. എന്താ ശ്ലോകം എന്നറിയോ? ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ്: ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം ഏദിനി സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഇതാണ് ആ ശ്ലോകം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം ഏദിനി സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഗജതരംഗ സഹസ്രം, 1000 ആനകളും 1000 കുതിരകളും. കുതിരയുടെ കാര്യം പറഞ്ഞപ്പോ കുതിര പോയല്ലോ. ആരും അങ്ങോട്ടോ 1000 ആനകളും 1000 കുതിരകളും. ഗോകുലം കോടിദാനം, 1 കോടി പശുക്കൾ. അപ്പൊ 1000 ആന, 1000 കുതിര, 1 കോടി പശുക്കൾ. എണ്ണി എത്ര ഉണ്ടെന്ന് നോക്ക്. കുതിരയൊക്കെ ഉണ്ടല്ലോ, മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ? ആന വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല, പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല. 1 കോടി പശുക്കൾ, 1000 ആനകൾ, 1000 കുതിരകൾ. വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം. എന്നിട്ടോ ഉദയകുല കനകരചിത പാത്രം ഏദിനി സാഗരാന്തം. കനകരചിത പാത്രം, ധാരാളം സ്വർണപാത്രങ്ങൾ. മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട്, ഈ വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാം. കടല് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് 1 ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെ അളക്കാനാ? അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി. കനകരചിത പാത്രം, ഒരുപാട് സ്വർണപാത്രങ്ങൾ. ഇത് കൂടാതെയോ ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം. ആരും കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത 1 കോടി പെണ്ണുങ്ങൾ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരാരാ? ലം യത്മിസുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ. അത് ഹൂർലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ 1 കോടി പെണ്ണുങ്ങൾ, ആരും അവരെ തൊട്ടിട്ടില്ല, അതൊക്കെ തൊടാതെ അവർക്ക് നോക്കാം. പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ ഉന്നത കുല ജാതരാണ്. ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം. കുലങ്ങളിൽ ജീവിക്കുന്ന 1 കോടി പെണ്ണുങ്ങൾ, 1 കോടി പശു, 1 കോടി പെണ്ണുങ്ങൾ, സമുദ്രത്തോളം ഭൂമി, ധാരാളം സ്വർണപാത്രം, 1000 ആനകൾ, 1000 കുതിരകൾ. ഇത് ഇത്രയും കൂടി ഒരാൾക്ക് കൊടുക്കുക. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം.
വിശന്നൊട്ടിയ വയറുമായിട്ട് ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനൊരു വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ച വെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ എത്തൂല. ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഇത്രയും മഹത്വമുണ്ട് അവർക്ക്. വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ചീഫ് ഇമാമാണെങ്കിലും ശരി, പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഇനി അവൻ ആരാണെങ്കിലും ശരി, അയൽവാസി പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് മൃഷ്ടാനഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അവന് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ്. മാത്രവുമല്ല, 3 കൂട്ടർ ആളുകളെ അള്ളാഹ് അടുപ്പിക്കുകയോ അല്ലാഹു തആല നോക്കുകയോ അവരോട് കരുണ ചൊരിയുകയോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അല്ലാഹു തആല പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന 3 വിഭാഗങ്ങളിൽ ഒന്ന്, കയ്യിൽ ആദ്യം മതിയായ ഭക്ഷണവും വെള്ളവും ഇരിക്കുമ്പോൾ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരനെ നിഷേധിക്കുന്നവനാണ് എന്ന് പറയുമ്പോ, സഹോദരിമാരെ കേട്ടോളി, ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ വരുമ്പോ ഓടിച്ചെന്നിട്ട് ടാപ്പ് കൂട്ടിക്കളയുക, എന്നിട്ട് പറയാ മോട്ടർ 3 ആഴ്ച കൊണ്ട് കംപ്ലൈന്റ്. അള്ളാഹു കംപ്ലൈന്റ് ആക്കി തരും, അത് മോട്ടർ ആയിരിക്കൂല. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ 7 അയൽപ്പക്കത്തെത്താനുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹു നിഷേധിക്കുക. അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത്. ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണ്. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വരും. നരകത്തിലെങ്ങാനും വലിച്ചെറിഞ്ഞാൽ അത് ഇവിടുന്ന് മരണക്കിണറിൽ നിന്ന് വീഴും പോലെ ആയിരിക്കൂല. മരണക്കിണറിൽ നിന്ന് വീഴും പോലെ ആയിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നരകത്തിലേക്ക് വീഴുന്ന വീഴ്ചയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനില് അള്ളാഹു പറയുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി, നമുക്ക് സങ്കടത്തോട് കൂടിയിട്ടല്ലാതെ കേൾക്കാൻ പറ്റില്ല. അള്ളാഹു പറയുകയാണ്, ഖുദൂ ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയുകയാ, ഖുദൂഹു, അവനെ പിടിക്കടാ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് മലായിക്കത്തുകളോട്. ഏത് മലായിക്കത്തുകളാ? അലൈഹാ മലായിക്കത്തുൻ ഗിലാദുൻ ശിദാദ്. മല്ലന്മാരാണ്, കഠിനഹൃദയരാണ്, ചിരിക്കാത്തവരാണ്, കരുണയില്ലാത്തവരാ, യാതൊരു മനസാക്ഷിയുമില്ലാത്തവരാ. അങ്ങനെയുള്ള കഠിനഹൃദയരായ ചിരിക്കാത്ത മലായിക്കത്തുകളോട്, നരകത്തിന്റെ പാറാവുകാരായ ആ മലക്കുകളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഖുദൂ, അവനെ പിടിക്കടാ. ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ, അവനെ പിടിച്ചു കെട്ടടാ. എന്നിട്ട് സുമ്മൽ ജഹീമ സല്ലൂ, നരകത്തിലേക്ക് വലിച്ചെറിയടാ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, എന്നിട്ട് 70,000 ചങ്ങലകൾ കൊണ്ട് വലിച്ചു വരുന്ന ആ മുഴങ്ങളുണ്ടല്ലോ, ആ 70,000 മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവരുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. അവനോട് അല്ലാഹു പറയുന്നു, എന്താണ് കാരണമെന്നറിയോ? അവിടെ നിസ്കാരത്തിന്റെ കാര്യം അല്ലാഹു പറഞ്ഞില്ല, അവിടെ നോമ്പിന്റെ കാര്യം അല്ലാഹു പറഞ്ഞില്ല, അവനോട് ഹജ്ജിന്റെ കാര്യം ഉംറയുടെ കാര്യം അല്ലാഹു പറഞ്ഞില്ല. ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അലീം. യജമാനനായ പടച്ചവനോട് നിനക്ക് വിശ്വാസമില്ലായിരുന്നു, അല്ലാഹുവിൽ നിനക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ. മാത്രമല്ല, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിക്കാത്തവനല്ലേ. ആളുകൾ വിഷം നൊട്ടിയ വയറുമായി വരുമ്പോൾ ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ തടഞ്ഞു നിർത്തിയവനല്ലേ നീ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫലൈസ ലഹുൽ യൗമ ഹനാഹുനാ ഹമീ, ഈ നരകത്തിൽ, ഈ പരലോകത്തില് ഇന്ന് നിനക്കൊരു ഉറ്റവരോ ഉടയവരോ കൂട്ടുകാരോ ജാമ്യക്കാരോ വക്കീലുമാരോ വരില്ല. വലാ തുആമും ഇല്ലാ മിൻ ർസിലീ, പിങ്ങളെ ആളുകൾ വീട്ടിന്റെ
മുമ്പിലെത്തി വെള്ളമെടുക്കാൻ വരുമ്പോൾ വെള്ളത്തിന്റെ ടാപ്പ് പൂട്ടുന്ന പെണ്ണുങ്ങളെ, ഭക്ഷണം എടുക്കാൻ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണമെന്ന് ഭർത്താവ് പറയുമ്പോൾ ഇല്ല, അവൾ എന്നോട് പിണങ്ങി നിൽക്കുന്നവളാണ്, കൊടുക്കേണ്ട അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് നീ ഭക്ഷണം നിഷേധിച്ചാൽ പൊന്നുമോളെ, അല്ല പറയുന്ന നാളെ പരലോകത്ത് നിനക്ക് തരുന്ന ഭക്ഷണം ഏതെന്നറിയോ? അവിടെ നിനക്കൊരാളും ഉറ്റവരായില്ല. ഇന്ന് ഭീമാപ്പള്ളി ഉറൂസിന് നീ പിടിച്ചു വന്ന നിന്റെ ഭർത്താവിന്റെ കൈയല്ലേ, നീ പിടിച്ചു വന്ന നിന്റെ ഭാര്യയുടെ കൈയല്ലേ, നിന്റെ പൊന്നുമക്കളുടെ തോളത്ത് കൈയിട്ടല്ലേ നീ കടന്നു വന്നത്. പൊന്നുമക്കളെ വാപ്പാന്റെ കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് ഉമ്മാന്റെ കൈവെള്ളയിൽ തൂങ്ങി ഈ ഉറൂസ് കേൾക്കാൻ വേണ്ടി, വഴല് കേൾക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരികളെ, സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങൾക്കൊരു ഉറ്റവരെയോ ഉടയവരെയോ ഒരു ബന്ധുക്കളെയോ ഒരു സഹായികളെയോ നിങ്ങൾക്ക് തരില്ല. അവിടെ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം ഏതെന്നറിയോ? വലാ തആമുന ഇല്ലാ മിൻ ഗസ്ലി. ആളുകളുണ്ടല്ലോ ജീവിതത്തില് പാപങ്ങൾ ചെയ്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നന്ദികേട് കാണിച്ച അധികാരികളായ നന്ദികെട്ട കൗമുണ്ടല്ലോ, അവര് നരകത്തിൽ കിടന്ന് വിയർക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ചോര, ശരീരത്തിന്റെ രക്തമൊലിച്ചങ്ങുമ്പോൾ, അവരുടെ ചോര ചാരിട്ടൊഴുകുമ്പോൾ, അവരുടെ ചലം പൊട്ടി ഒഴുകുമ്പോൾ, അവരുടെ വിയർപ്പുകൾ ഒഴുകി വരുമ്പോൾ അതാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. പാപം ചെയ്യുന്നവരല്ലാതെ അതൊന്നും കുടിക്കാറില്ല. പക്ഷെ നീ കുടിക്കേണ്ടി വരും മോനെ. അതെന്താണ് ഈ ദുനിയാവിൽ ചെയ്ത തെറ്റ്? വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല. ഞാൻ ഏറ്റവും ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏറ്റവും പ്രധാനമായി ഞാനൊരു കാര്യം പറയാം. ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ വീട്ടില് ഭക്ഷണമില്ല പിന്നെങ്ങനെയാണ് പുറത്തു കൊടുക്കുക? നമ്മുടെ ന്യായം അതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല, പിന്നെങ്ങനെയാണ് നമ്മൾ പുറത്തു കൊടുക്കുക? നമ്മൾ ആരെയാ മാതൃകയാക്കുക? കോടിക്കണക്കിന് കോടിക്കണക്കിന് സമ്പാദ്യത്തിന്റെ സന്തോഷത്തിന്റെ രീതിയിൽ ജീവിച്ച് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായികളാണോ നമ്മൾ? കിടക്കുന്ന കിടപ്പിൽ നിന്ന് തലയെടുക്കുമ്പോ ആ സമയത്ത് പനയോലയുടെ അടയാളം തന്റെ മുതുകത്ത് വളരെ കൃത്യമായി കാണത്തക്ക നിലയിൽ മണൽ വിരിച്ച മദീനത്തുൻ നബവിയുടെ അകത്തളങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്റെ റിസാലത്തിന്റെ ശരീരത്തെ പൂമേനിയിൽ ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച് പടച്ചതമ്പുരാന്റെ സബിതത്തിലേക്ക് പോയ ആ പുണ്യമായ ശരീരത്ത് പുരണ്ടിരിക്കുന്ന മണ്ണ്, ആ മണ്ണ് ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് പ്രിയപ്പെട്ട സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന് വിരിപ്പ് കൊടുക്കാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ട് മണ്ണിന്റെ സന്തതിയായ താനും മണ്ണോട് ചേരേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും ലാളിത്യത്തിന്റെ ജീവിതം നയിച്ചു. ചില ആളുകളൊക്കെ ചിന്തിക്കും, ഇതൊക്കെ പറയുന്ന ആള് വരുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന ആള് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പള്ളി ഇച്ചിരി പെയിന്റ് അടിക്കാൻ പറയുമ്പോ ഉമർ തങ്ങളുടെ കാലത്തെ പള്ളിയൊക്കെ കാണണമായിരുന്നു. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, നമുക്കറിയാം ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രന്മാരാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സഹാബാക്കളും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും പനിച്ച് വിറച്ച് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് സഹാബാക്കളിൽ ചില പ്രമുഖരായ സഹാബാക്കളെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി, ശമനത്തിന് വേണ്ടി ഒരു 3 ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ചരിത്രം വിശാലമാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ, കാരണം സുജൂദിൽ കിടക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പ്രവാചകരുടെ തോളത്ത് കയറിയിരുന്ന് ആന കളിക്കുമ്പോ
ആ പ്രവാചകന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ മിനിറ്റുകളോളം സുജൂദിൽ തന്നെ കിടക്കുകയും താൻ തല ഉയർത്തി കഴിഞ്ഞാൽ തന്റെ പേരക്കിടാങ്ങൾ നിലത്ത് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് ഒരുപാട് സ്നേഹം നൽകി ലാളിച്ച് വളർത്തിയ കൊഞ്ചിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ, ആ മക്കളുടെ രോഗം വല്ലാതെ തളർത്തിക്കളഞ്ഞു അള്ളാന്റെ ഹബീബിനെ. ആരോ പറഞ്ഞു കൊടുത്തു, ഒരു 3 ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണം, നേർച്ചയാക്കണമെന്ന്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവിടത്തെ ഒരു ജോലിക്കാരിയും 3 ദിവസം നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 പേരും 3 ദിവസം നോമ്പ് പിടിച്ച് 1-ാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറക്കുന്ന സമയം മഗ്‌രിബിന്റെ സമയമാകുമ്പോ കഴിക്കാനും നോമ്പ് തുറക്കാനും ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു കുറച്ച് ഗോതമ്പ് കടം വാങ്ങിക്കൊണ്ട് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈവശം ഏൽപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് ഈ ഗോതമ്പ് ഭക്ഷണം നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആ ഗോതമ്പ് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് നോമ്പ് തുറക്കാനുള്ള സമയമെടുത്തു. മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം നോമ്പ് തുറന്ന് ആ ഭക്ഷണം കഴിക്കാൻ വളരെ ആർത്തിയോടെ തന്റെ പൊന്നുമക്കളുടെ രോഗശമനത്തിന് വേണ്ടി നേർച്ച നേർന്ന ആ നോമ്പ് തുറക്കാൻ വേണ്ടി 3 പേരും കാത്തിരിക്കുമ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുകയാണ്. ആരാണെന്നറിയില്ല. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അലി റളിയല്ലാഹു തആല അൻഹു ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം പാകം ചെയ്ത റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം പാകം ചെയ്തിട്ട് അലിയുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ആ സമയത്ത് പൊന്നുമക്കള് ഭക്ഷണം കഴിക്കണം. തന്റെ മക്കളുടെ രോഗം മാറാൻ 3 ദിവസത്തെ നോമ്പ് നേർച്ചയാക്കിയ 3 പേര്. ആ നോമ്പിന്റെ 1-ാം ദിവസത്തിന്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട്ടില് കഴിക്കാൻ നമ്മുടെ കയ്യില് ഭക്ഷണമുണ്ട്, എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കാനും മടി കാണിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക്. ചില ആളുകളെ പറയാണ്ട് ഞങ്ങളുടെ കയ്യില് ഭക്ഷണമില്ല, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് പോലും തികയാത്ത ഭക്ഷണം എങ്ങനെയാണ് പുറത്തു കൊടുക്കുക? അലി റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. ആ സുപ്രയിൽ എടുത്തു വെച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ആരോ വാതിൽ കൈമുട്ടുന്നു. ഓടിച്ചെന്ന് കതക് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പാവപ്പെട്ട സഹോദരൻ വന്നിട്ട് പറയുകയാണ്, അന മിസ്കീനും മിൻ മസാകീനിൽ മുസ്ലിമീൻ, ഞാനൊരു മിസ്കീനാണ്, പാവപ്പെട്ടവനാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ്, അഗതിയാണ്. അതുകൊണ്ട് അത്ഇമൂനി അത്അമകുമുല്ലാഹ്, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണം. ഇന്നത്തെ ഈ സമയം എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഒരു അടി മുമ്പോട്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് മഹാനായ അലി തങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അലി ഫാത്തിമയെ നോക്കുകയാണ്. അവര് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഭക്ഷണം എടുത്ത് ഒന്നോടെ ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുകയാണ്, അഗതിക്ക് കൊടുക്കുകയാ. അവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. അന്നത്തെ നോമ്പ് പൂർത്തീകരിച്ചു. പിറ്റന്ന് നോമ്പാണ്, 2-ാമത്തെ നോമ്പാ. ആ നോമ്പ് പിടിച്ചിട്ട് അവസാനം അന്നും കയ്യില് ഭക്ഷണത്തിന് വകയൊന്നുമില്ല. ആരിൽ നിന്നോ കടം വാങ്ങിയിട്ട് അലിയാര് തങ്ങളെ വീണ്ടും കൊണ്ടുവരികയാ. ആ ഭക്ഷണം കൊണ്ടുവന്ന് ഫാത്തിമ പാകം ചെയ്തു കൊടുത്തു. ആ ഭക്ഷണം പാകം ചെയ്തത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സുപ്രയിലെടുത്തു വെച്ച് നോമ്പ് തുറക്കാനുള്ള സമയമെടുത്തു. ഇതെല്ലാം കഥ പോലെ കേട്ടിരിക്കാൻ എളുപ്പമാണ്. ചരിത്രങ്ങൾ പറയാനാളുണ്ട്, പറയിപ്പിക്കാനാളുണ്ട്, കേൾക്കാനാളുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ 2-ാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറയുടെ സമയത്ത് തന്റെ പ്രിയതമന് കടം വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പിന്റെ ഭക്ഷണം പാകം ചെയ്തെടുത്തു വെക്കുമ്പോൾ ആരോ വന്ന് കതകിന് മുട്ടുകയാ.
ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല, ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഒരു സീരിയലിന്റെ തിരക്കഥയല്ല. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ ചെറ്റക്കൂരയിൽ നടന്ന സംഭവമാ. അലിയാർ തങ്ങൾ ചെന്ന് കതകങ്ങ് തുറക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയോ? അയാള് പറയുകയാണ്, അന യതീമും മിനൽ ഐതാം, അനാഥനാണ് ഞാൻ, വാപ്പയില്ലാത്തവനാണ്, എനിക്ക് കയറി കിടക്കാടമില്ല, എനിക്ക് സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, പക്ഷേ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് അത്ഇമൂനി അത്അമകുമുല്ലാഹ്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണം ഈ സമയത്ത്. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളെ നോക്കുകയാണ്. ഇന്നും പട്ടിണിയാണല്ലോ, യാതൊരു സങ്കടവുമില്ല, ഒരു മുഖഭാവ വ്യത്യാസമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്കൂ, അവര് കഴിക്കട്ടെ. മൂന്നാം ദിവസത്തെ നോമ്പ് നേർച്ചയുടെ മൂന്നാം ദിവസമാണ്. തന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്പശമനമുണ്ട്, നേരിയ ശമനമാണ്. അലിയാർ തങ്ങൾ വീണ്ടും ആരുടെയോ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി പാകം ചെയ്തു. വൈകുന്നേരമാകുമ്പോൾ ആരോ കതകിന് മുട്ടുകയാണ്. നേരം അസ്തമിക്കാറാകുന്നു, നോമ്പ് തുറക്കുന്ന സമയമാണ്. ആരാണ് കതകിന് മുട്ടുന്നതെന്നറിയാൻ ചെല്ലുമ്പോൾ അന്നത്തെ തടവ് പുള്ളികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കാരാഗ്രഹത്തിലിടുകയല്ല, അവരെ കാലുകളിലെ ചങ്ങലക്കിട്ട് അവരെ നടക്കാൻ അനുവദിക്കുമായിരുന്നു. ആരിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുമെങ്കിൽ കഴിക്കണം, അതാണ് ശിക്ഷ. ഒരു പാവപ്പെട്ടവന് വന്ന് വീടിന്റെ മുമ്പിൽ വന്ന് കതകിന് മുട്ടുകയാണ്. അയാള് പറഞ്ഞു, അനാസീറും മിനൽ ഉസാറാ, ഞാനൊരു തടവ് പുള്ളിയാണ്, അത്ഇമൂനി അത്അമകുമുല്ലാഹ്, എനിക്ക് നിങ്ങളെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ തരണം. നിവർത്തികേട് കൊണ്ടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം എടുത്തിട്ട് അലിയുടെ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുകയാ. സഹോദരങ്ങളെ, മഗ്രിബ് നിസ്കാരത്തിന്, റമളാനിന് നോമ്പ് തുറക്കാൻ നമ്മൾ ഇഷ്ടപ്പെട്ട എണ്ണ പലഹാരം തന്നില്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിന്റെ വൈകൃതം അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭക്ഷണമെടുത്ത് അലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അലി റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണമെടുത്ത് ആ പാവപ്പെട്ട തടവുപുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയാ. ഇനി ഗോതമ്പില്ല, നേർച്ച നേർന്ന 3 നോമ്പും അവസാനിച്ചിരിക്കുകയാ. അലിയാർ തങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക്, അലിയാർ തങ്ങൾ പൊന്നുമക്കളെ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പോവുകയാ. ഫാത്തിമ ബീവിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. 3 ദിവസത്തെ നോമ്പ്, ആ 3 ദിവസവും ഭക്ഷണം പാകം ചെയ്തതിന്റെ ക്ഷീണം, ഒന്നും കഴിക്കാതെ ആയി. വയറ് തന്റെ മുതുകത്തോട് ചേർന്നിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഫാത്തിമ വാടിക്കുഴഞ്ഞ് ഒരു ചേരത്തണ്ട് കിടക്കുന്നത് പോലെ കിടക്കുകയാ. ആ സമയത്ത് അലിയാർ തങ്ങൾ പൊന്നുമക്കളുമായിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, എന്റെ മക്കൾക്ക് എന്തു പറ്റി? കാരണം 3 ദിവസത്തെ ഭക്ഷണത്തിന്റെ കമ്മി മൂലം പൊന്നുമക്കള് പട്ടിണിയാണ്. എല്ലും തോലുമായ പൊന്നുമക്കളെ കണ്ടപ്പോൾ റസൂലുള്ളാഹിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ ഹബീബായ നബി തങ്ങൾ എന്റെ ഫാത്തിമയുടെ കോലം എന്തെന്നറിയാൻ വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാ. ഓടുന്നു ഒരു ബാപ്പയുടെ പിതൃ സ്നേഹത്തിന്റെ ആ ഒരു ഹൃദയത്തിന്റെ തുടിപ്പിന്റെ വേദനയുടെ ഒരു പ്രതീകമായി അല്ലാഹുവിന്റെ ഹബീബ് ഓടി ഫാത്തിമയെ കാണാൻ പോകുമ്പോൾ ഫാത്തിമ അതാ വാടി കുഴഞ്ഞു കിടക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സംസാരിക്കാൻ വയ്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ നയനങ്ങൾ സജലങ്ങളായി കണ്ണുനിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. ചോരയാണോ കണ്ണുനീരാണോ വരുന്നതെന്നറിയാത്ത അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് നിന്നിറങ്ങി വരികയാ. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്നു, നബിയെ സങ്കടപ്പെടരുത്, നബിയെ വിഷമിക്കരുത്. ഇന്ന് ഈ വീട്ടിൽ നടന്ന കാര്യത്തെ പറ്റി അല്ലാഹു ആയത്തിറക്കിയിരിക്കുകയാ. എന്താണ് അല്ലാഹു ആയത്തിറക്കിയതെന്നറിയോ? വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ.
അല്ലാഹ് പറയുകയാണ് യുത്ഇമൂന തഅമ അലാ ഹുബ്ബിഹി, കഴിക്കാൻ സുപ്രയിലെ ഭക്ഷണം എടുത്ത് വെച്ച പ്രിയപ്പെട്ട ഫാത്തിമ, അവിടത്തെയുടെ പ്രിയതമൻ അലി റളിയല്ലാഹു അൻഹു, വേലക്കാരിയായിരുന്ന ഖാദിമത്ത്, അവരുടെ പൊന്നുമക്കളായ ഹസൻ ഹുസൈന്, ഈ കുടുംബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുത്തത് ഫാത്തിമയല്ലേ നബിയേ? രണ്ടാമത്തെ ദിവസം കടന്നു വന്നതാരാണ്? യതീം മിസ്കീനം വ യതീമം വ അസീറാ, ഒരഗതി വന്നു, ഒരു അനാഥന് വന്നു, ഒരു തടവ് പുള്ളി വന്നു. ഈ മൂന്ന് പേർക്കും ഭക്ഷണം അവരെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ നോമ്പ് തുറയുടെ ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ. പൊന്നാര നബിയെ, അങ്ങ് സങ്കടപ്പെടരുത്, അങ്ങയുടെ പൊന്നുമോളുടെ മുഖം കണ്ടിട്ട് അങ്ങ് തളർന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഇൻസാനിലെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദഹ്റിലെ ആ ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ആർക്കെന്ത് കൊടുത്താലും പ്രിയപ്പെട്ടവരെ പ്രത്യുപകാരം ആഗ്രഹിക്കരുത്. ആരിൽ നിന്നും നിങ്ങളൊന്നും കൊതിക്കരുത്. ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം. നാളെ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾക്ക് തരുമെന്ന് കൊതിക്കരുത്. നിങ്ങൾ ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക്, ഒരു സ്നേഹത്തോടുകൂടിയുള്ള ഒരു നല്ല വാക്ക് ഇത് പ്രതീക്ഷിക്കാതെ വേണം നിങ്ങൾ കൊടുക്കാൻ. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തെന്നറിയോ? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. നാളെ പരലോകത്ത് മുഖം ചൂളി പോകുന്നൊരു ദിവസമുണ്ട്. ആ മുഖം ചൂളി പോകുന്ന ദിവസത്തിൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടത്.